ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മത്താൽ അനുഗ്രഹീതമായ മേൽപ്പാഴൂർ മനയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് വെളിയനാടാണ് ആദിശങ്കരന്റെ അമ്മ ആര്യാമ്പയുടെ ഗ്രഹമായ ഈ മേൽപ്പാഴൂർ മന സ്ഥിതി ചെയ്യുന്നത്. ആദിശങ്കര നിലയമെന്ന് പുനർനാമകരണം ചെയ്ത് ഇന്നത് മികച്ച രീതിയിൽ സംരക്ഷിച്ചു പോരുന്നത് ചിന്മയ മിഷനാണ്. അതിഥികൾ ആദ്യം എത്തുന്നത് ഈ സ്വീകരണ മുറിയിലേക്കാണ്. ഇവിടുത്തെ ചുവരുകൾ പഴയകാല ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഈ മയിലിന്റെ ചിത്രം രാജചിഹ്നമായാണ് കണക്കാക്കപ്പെടുന്നത്. കാളകട്ടി, എരുമേലി ക്ഷേത്രങ്ങൾ തുടങ്ങി 40ഓളം ക്ഷേത്രങ്ങളുടെ ഊരാൺമാവകാശം മേൽപ്പാഴൂർ മനയ്ക്കായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അവിടെയെല്ലാം ഈ മയിലിന്റെ ചിഹ്നം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ചുവരിൽ ചിന്മയാനന്ദ സ്വാമികളുടെ തേജസ്സാർന്ന മുഖം. പൂമുഖത്തിന് ഇടതുവശത്തായി ചെറിയൊരു ഇടനാഴിയുണ്ട്. ഇവിടം നമ്പൂതിരി സ്ത്രീകൾക്ക് പുറത്തേക്ക് നോക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. പുറത്ത് നടക്കുന്ന പരിപാടികൾ കാണുന്നതും ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ. പുറത്തുനിന്ന് വരുന്ന നമ്പൂതിരി സ്ത്രീകൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഇതുവഴിയാണ്. ഇവിടെ നിന്ന് മനയ്ക്കകത്തേക്ക് കടക്കാനും പ്രത്യേകം വാതിലുണ്ട്. വളരെ വിശാലമായ നടുമുറ്റമാണ് മേൽപ്പാഴൂർ മനയ്ക്കുള്ളത്. ഈ ഒരു മുറിയിൽ മേൽപ്പാഴൂർ മനയുടെ പരദേവതയായ വേട്ടയ്ക്കുറുമകൻ മൂർത്തിയുടെ പുതിയകാല ചുവർച്ചിത്രം ഭംഗിയായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിന് മുൻപിലുള്ള ചില്ലുകൂട്ടിൽ ചതുർവേദങ്ങൾ പാരായണം ചെയ്യുവാൻ കഴിയും വിധം വച്ചിരിക്കുന്നു. ഋഗ്വേദ മന്ത്രങ്ങൾ ശ്ലോകങ്ങളായും, യജുർവേദം ഗദ്യമായും, സാമവേദം പദ്യമായും, അഥർവവേദം വിവരണാത്മകമായും എഴുതപ്പെട്ടിരിക്കുന്നു. ദക്ഷിണാമൂർത്തിയെയും ശങ്കരാചാര്യ സ്വാമികളെയും ഈ ചിത്രത്തിൽ വരച്ചിരിക്കുന്നു. ശങ്കരാചാര്യ സ്വാമികളുടെ ജനനത്തിന് സാക്ഷ്യം വഹിച്ച മുറിയാണിത്. ചിന്മയ മിഷൻ ഏറ്റെടുത്ത ശേഷം ഇവിടെ സ്വാമികളുടെ ഒരു പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ഒരു അഖണ്ഡ ദീപം കൊളുത്തുകയും ചെയ്തു. ധ്യാനത്തിനും മറ്റുമായി ഈ മുറി ഉപയോഗിക്കുന്നു. ഭക്തിവത്താർന്ന ഒരു ചൈതന്യം ഈ മുറിയിൽ ആകമാനം നിറഞ്ഞിരിക്കുന്നത് അല്പനേരം നമ്മളിവിടെ ചിലവഴിക്കുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകും. ശങ്കരാചാര്യ സ്വാമികൾ ചണ്ഡാല രൂപത്തിൽ വന്ന ശ്രീ പരമേശ്വരനെ കാണുന്നതും തുടർന്ന് നടന്ന സംഭവങ്ങളും ആസ്പദമാക്കിയുള്ള നെടുനീളൻ ചുവർച്ചിത്രം. മേൽപ്പാഴൂർ മനയിലെ അടുക്കളയുടെ ഭാഗമാണിത്. അടുക്കളയോട് ചേർന്നാണ് കിണറിന്റെ സ്ഥാനം. നെല്ലിപ്പലയുള്ളതുകൊണ്ടാവാം ഈ കിണറിലെ വെള്ളത്തിന് ഒരു പ്രത്യേക രുചിയുണ്ട്. ശങ്കരാചാര്യ സ്വാമികളുടെ ജന്മവും ഉപനയനവും പഠനവും ഈ ചിത്രത്തിൽ നമുക്ക് കാണാം. ആദിശങ്കരന് ഒരില്ലത്ത് ചെന്നപ്പോൾ ഉണക്ക നെല്ലിക്ക ലഭിച്ച സംഭവം ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ആ ഇല്ലം പിന്നീട് സ്വർണ്ണത്തുമന എന്നറിയപ്പെട്ടു. കനകധാരാ സ്തോത്രത്തിന്റെ രചന ഇതുമായി ബന്ധപ്പെട്ടതാണ്. തേവാരപ്പുര എന്നറിയപ്പെടുന്ന ഈ മുറിയിലാണ് പൂജകളും ഹോമങ്ങളും നടത്തിപ്പോന്നിരുന്നത്. ഈ മച്ചിന് മുകളിലായിട്ട് വളരെ വിസ്താരമുള്ള ഒരു മുറിയുണ്ട്. ആദിശങ്കരന്റെ ജീവിതം വിവരിക്കുന്ന മറ്റൊരു ചുവർച്ചിത്രമാണിത്. എല്ലാ ചിത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചം തന്നെ. പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി വൃത്തിയാക്കിയപ്പോൾ ചുവരിൽ തെളിഞ്ഞു വന്ന ഒരു പഴയകാല ചിത്രമാണത്. ഇവയെല്ലാം വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന പുതിയകാല ചുവർച്ചിത്രങ്ങൾ. പണ്ട് കാലത്ത് അരി പൊടിക്കാനായി ഉപയോഗിച്ചിരുന്ന കല്ലാണിത്. ഭസ്മം സൂക്ഷിക്കുവാനായി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ചെമ്പുപാത്രം. മനയോട് ചേർന്നു തന്നെയുള്ള പണ്ടുകാലത്തെ ശുചിമുറി. കേരളത്തിലെ 4 കെട്ടുകളിൽ ഏറ്റവും വലിയ നടുമുറ്റങ്ങളിൽ ഒന്നാണിത്. ഇവിടെയാണ് വേളി, ഉപനയനം തുടങ്ങിയ എല്ലാ ചടങ്ങുകളും നടക്കുന്നത്. നടുമുറ്റത്തെ മുല്ലത്തറയിൽ ശ്രീ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വളരെ വിശാലമായ ഒരു കലവറയാണിത്. വലിയ പാത്രങ്ങളും ഉപ്പുമാങ്ങയും മറ്റും സൂക്ഷിച്ചിരുന്നത് ഇവിടെയാണ്. ഇതിന്റെ അറ്റത്തായിട്ടാണ് ഈ മനയ്ക്കലെ സ്ട്രോങ് റൂം സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിൽ കൂടി ഇറങ്ങിയാൽ അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കും. ഞങ്ങളും അതിൽ കൂടി ഒന്ന് കടന്നുപോയി.
മനയ്ക്കകത്തുള്ള കാഴ്ചകളെല്ലാം വിശദമായി കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ കാണാനായിട്ടാണ് ഇനി ഞങ്ങൾ പോകുന്നത്. മഴ കാരണം ഇല്ലത്തിൻ്റെ ഒരു വശത്തുകൂടി നടന്നു നീങ്ങുകയാണ്. എല്ലാ പഴയ ബ്രാഹ്മണ ഭവനങ്ങളിലും ഉള്ളതുപോലെ ഇവിടെയും പ്രതിഷ്ഠകൾ ധാരാളമായുണ്ട്. ഇവിടെ ക്ഷേത്ര സങ്കേതമായാണ് കാണുന്നത്. വാൽക്കണ്ണാടി പ്രതിഷ്ഠയായി ശ്രീ ഭുവനേശ്വരി ദേവിയുടെ കോവിൽ ഉണ്ടിവിടെ. കേരളത്തിലെ ഏറ്റവും വലിയ നാഗയക്ഷിണി പ്രതിഷ്ഠ ഇവിടെയാണ്. ആ പ്രതിഷ്ഠ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് സങ്കല്പം. കാവിനുള്ളിലായാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സ്വയംഭൂവായ ധർമ്മശാസ്ത്ര പ്രതിഷ്ഠ, ശ്രീരാമചന്ദ്രസ്വാമികളുടെ പ്രതിഷ്ഠ, ശ്രീകൃഷ്ണ പ്രതിഷ്ഠ, ജ്ഞാനപ്രദായകനായ ഗണപതി എന്നിവയും ഇല്ലത്തോട് ചേർന്ന് കാണാം. ഇത് ധ്യാനത്തിനും മറ്റുമായി ഉപയോഗിക്കുന്ന ആശ്രമത്തിന്റെ ഭാഗമാണ്. ചിന്മയ മിഷൻ യൂണിവേഴ്സിറ്റിയും ഇവിടെ പ്രവർത്തിക്കുന്നു. സംസ്കൃത ബിരുദാനന്തര കോഴ്സുകൾ, MBA, BCom, മനഃശാസ്ത്ര കോഴ്സുകൾ എന്നിവ ഇവിടെ നടത്തിവരുന്നു. ആധ്യാത്മിക ഗ്രന്ഥങ്ങളും ധാരാളം കരകൗശല വസ്തുക്കളും ചിന്മയ മിഷന്റെ ഈ ലൈബ്രറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം. നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം. സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ. വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ.